ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयतं सुरतो पङ्गोर्मम मन्दमतिर्गति सर्वस्य पादाम्बुजो राधा मदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपं। परमानन्दपाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तुते। गुरुवे गौरचन्द्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത് സത്. ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 14-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം മുതൽക്കല്ലേ അല്ലേ? അതെ പ്രഭു. ശിവൈശ്യോദ്യന്തമാദിത്യം അഭിരൗതി അനലാനന മാം അംഗാശാരമേയോയം അഭിരേഭതി അധീരുവത് ശിവൈശോദ്യന്തമാദിത്യം അഭിരൗതി അനലാനനാം മാം അംഗാസാരമേയോയം അഭിരേഭതി അഭീരുവത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വൈഷ്ണവ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശിവൈശോദ്യന്തമാദിത്യമഭിരൗത്യനനാനനാ മാമംഗസാരമേയൂയ യമഭിരേഭത്യഭീരുവത്. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കി ജയ്. ഹേ ഭീമസേന, കുറുനരി എങ്ങനെ ഉദയസൂര്യന്റെ നേർക്ക് ഊതിയിട്ടുകൊണ്ട് തീ തുപ്പുന്നുവെന്നും ശുനകൻ എങ്ങനെ എന്റെ നേരെ നിർഭയമായി കുരയ്ക്കുന്നുവെന്നും വീക്ഷിച്ചാലും. ഭാവാർത്ഥം: ഇവയെല്ലാം സമീപഭാവിയിലെ അഭികാമ്യമല്ലാത്ത എന്തോ ഒന്നിനെ കുറിക്കുന്ന ദുർനിമിത്തങ്ങളാണ്. ഹരേ കൃഷ്ണ. Just see, O Bhima, how the she-jackal cries at the rising sun and omits fire, and how the dog barks at me fearlessly. ഇവിടെ നമുക്കറിയാം എന്താണ് യുധിഷ്ഠിര മഹാരാജാവ് അർജുനെ കാത്തിരിക്കുകയാണ്. കാരണം അർജുനൻ പോയിട്ട് ഏകദേശം 7 മാസത്തോളായി, തിരിച്ചു വന്നിട്ടില്ല. എന്താണ് വൈകുന്നത്? പക്ഷെ ഒരുപാട് ദുശകനങ്ങൾ അപശകുനങ്ങളും കാണുന്നുണ്ട്. ആകെ പേടി തോന്നുകയാണ്. എന്താണ് സംഭവിക്കുക? എന്തോ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരുപാട് അപശകുനങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യാകുലതയിലാണ്
യുധിഷ്ഠിര മഹാരാജാവ്. അപ്പൊ ഭീമനോട് പറയാണ്, ജസ്റ്റ് യോ ഭീമ, ഹൗ ദ ഷീ ജാക്കൽ ക്രൈസ് അറ്റ് ദ റൈസിംഗ് സൺ ആൻഡ് ഒമിറ്റ്സ് ഫയർ ആൻഡ് ഹൗ ദ ഡോഗ് ബാർക്സ് അറ്റ് മീ. അതായത് ഇതെല്ലാം സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തൊക്കെ ഇൻഡിക്കേഷൻ, എന്തൊക്കെ സയൻസ്, അല്ലെ, എന്തെല്ലാം ഒരു ലക്ഷണങ്ങളുടെ ഇതാണ്. ശകുനങ്ങൾ പല വിധത്തിൽ നമ്മൾ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, സംസാരത്തിന്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. നല്ല ശകുനങ്ങളും ചീത്ത ശകുനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കാണിക്കുന്ന എന്താണ്, ഈ ഇൻഡിക്കേഷൻസ് എല്ലാം ദുശ്ശകുനങ്ങളാണ്. എന്തോ ഭാവിയിൽ അടുത്ത് തന്നെ ദുരന്തങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിനുള്ള ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് ആണ്. ഈവൻ അർജുനനും ആദ്യത്തെ അധ്യായത്തില് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാനോട് പറയുന്നുണ്ട്, അല്ലെ, നിമിത്താനി ച പശ്യാമി. എന്തൊക്കെ, അതായത് ഓമൻ, നിമിത്തം പറഞ്ഞാൽ ഓമൻ, അതായത് ഗുഡ് ആയിരിക്കാം, ബാഡ് ആയിരിക്കാം, നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. എന്തൊക്കെ ശകുനങ്ങൾ കാണുന്നുണ്ട്, എന്തൊക്കെ, അതായത് എനിക്ക് എൻ്റെ ദേഹം തന്നെ പറയുന്നു ഗാണ്ഡീവം കയ്യിൽ പോകുന്നു. അപ്പൊ എന്തോ വളരെ അടുത്ത് തന്നെ എന്തോ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, നല്ലതല്ല സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ അർജുനും, അപ്പൊ നമ്മളുടെ ശാസ്ത്രത്തിൽ ഉടനീളം, അത് ഭാഗവത ആയിക്കോട്ടെ, മഹാഭാരത ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, ഇതിലെല്ലാം ഉടനീളം ഈ ശകുനങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള ശകുനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ ഇതിൽ തന്നെ, ഈ ചാപ്റ്ററിൽ തന്നെ യുധിഷ്ഠിര മഹാരാജ് ഒരുപാട് ശ്ലോകങ്ങൾ ഇങ്ങനെ ബാഡ് ഇൻഡിക്കേഷൻസ്, ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ന് എന്താണ്, ഇതൊരു സയൻസാണ്, ഇതൊരു ശാസ്ത്രമാണ്. ഇന്ന് അത് ലുപ്തമായിരിക്കുന്നു. അതായത് ഇന്ന് അത് ആർക്കും അറിയില്ല. ഇതെല്ലാം ഒരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ എന്ന പേരിൽ ഇതിനെ തള്ളിക്കളയുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈവൺ ആധുനിക ശാസ്ത്രത്തിനും ഈ സയൻസ് ഉണ്ട്, അല്ലേ? സയൻസ് ഓഫ് ഓമൻ, ഇതിന് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് നിമിത്ത ശാസ്ത്രം എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും ശാന്തിബിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഉജ്ജയിനിൽ പോയി പഠിക്കണ്ടായി 64 കലകൾ 64 ദിവസം. അതിൽ ഒരു കല ഇതായിരുന്നു പറയുന്നു, നിമിത്ത ശാസ്ത്രം. ഓക്കെ, അത് സയൻസാണ്. ഇപ്പൊ ഇന്ന് നമുക്ക് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതായത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്, അല്ലെ? സയൻസ് ഓഫ് എർത്ത് ക്വേക്ക്. ഇപ്പൊ എർത്ത് ക്വേക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ പ്രകൃതിയിലും ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ, ചില ഇൻഡിക്കേഷൻസ്, മറ്റ് ജീവികളിൽ ഉണ്ടാകുന്ന ചില ചലനങ്ങളുടെ, അവരുടെ ചലനങ്ങളുടെയും സ്വഭാവത്തിന്റെയും വ്യത്യാസങ്ങളെല്ലാം പഠിച്ചിട്ട് ഇവിടെ ഈവൻ ആധുനിക ശാസ്ത്രങ്ങളും വരെ പറയുന്നുണ്ട്, ഇന്ന ഇൻഡിക്കേഷൻസ്, ഇന്ന കലാമിറ്റീസ്, ദുരന്തങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഭൂചലനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മറ്റ് അന്യജീവികൾ, മൃഗങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ മൂവ്മെന്റ് സ്റ്റൈല്, ഇതെല്ലാം അവർക്ക് ഇപ്പോഴും അത് ഒരു പഠനം. പക്ഷേ അത് ആധുനിക സയൻസിന്റെ പേരിൽ വരുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? പക്ഷേ ഇത് വേദങ്ങളുടെ ഇതിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇതൊരു സബ്ജക്ട് മാറ്ററാണ്, അല്ലെ? സ്റ്റഡിക്കുള്ളൊരു സബ്ജക്ട് മാറ്ററാണ്. അപ്പൊ ഇത് നമ്മളത് മിഥ്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ ഇത് ഒരു സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇത് സയൻസ്. ഇത് അന്ന കാലത്ത്, ഇപ്പൊ ഇത് ഇവിടെ പറയുന്നത്, ഷീ ജാക്കൽ ക്രൈസ് അറ്റ് ദ റൈസിംഗ് സൺ. സാധാരണ ജാക്കൽ എന്ന് പറഞ്ഞാൽ കുറുക്കൻ, അത് സൂര്യ ഉദയ സമയത്ത് അത് ഓളിയില്ല, കരയില്ല സാധാരണ. അപ്പോൾ എന്തോ അതിന്റെ ഇൻഡിക്കേഷൻ, എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം സാധാരണ. പക്ഷേ ഇന്നിപ്പോ ഡോഗ് ബാർക്കിംഗ്, ഇതാണ് അടുത്ത് പറയുന്നത്. ആൻഡ് ഹൗ ദ ഡോഗ് ബാർക്സ് അറ്റ് മീ. എന്നെ നോക്കിയിട്ട്, ആരാ പറയുന്നത്? യുധിഷ്ഠിര മഹാരാജാവ്. എന്നെ നോക്കിയിട്ട്, അതായത് മാസ്റ്ററെ നോക്കിയിട്ട് നായകൾ കുരയ്ക്കുകയാണ്. സാധാരണ സംഭവിക്കാതാണ്. പക്ഷെ ഇന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ബാർക്കിംഗ് ഓഫ് ഡോഗ്സ്, അല്ലെ, നായ്ക്കളുടെ കുരയ്ക്കൽ കേൾക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാം. കാരണം അതിനെന്താണ്, കലികാല വൈഭവം. അതായത് യുഗങ്ങൾ മാറുന്തോറും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സീസൺ മാറുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ജിയോഗ്രാഫി മാറുന്നുണ്ട്, ഇതെല്ലാം മാറുന്നുണ്ട്. പിന്നെ കലികാലത്തിന്റെ വൈഭവം. അതുകൊണ്ട് നമുക്ക് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ സയൻസ് അന്നത്തെ കാലത്ത് ഇങ്ങനെ മൃഗങ്ങളോ മറ്റ് ജീവികളോ
അസാധാരണമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറില്ല, അസാധാരണമായിട്ടുള്ള അവരെ ചലനങ്ങൾ അവർ ചെയ്യാറില്ല. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു ശുദ്ധ ഭക്തന് മനസ്സിലാക്കാൻ പറ്റും എന്തോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ആ സയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പോ പുറത്തു പോകുമ്പോ ഒരു പശുവിനെ കണ്ടാൽ അതെന്താണ്, ഒരു നല്ല ശകുനമാണ്. പാല് കറക്കുന്ന ഒരു പശുവിന് ഒരു ബക്കറ്റിൽ നല്ല വെള്ളം, ഗംഗയെ കണ്ടാൽ നല്ലതാണ്. ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുള്ളത് കണ്ടാൽ, കാലി ബക്കറ്റ് കണ്ടാൽ നല്ലതല്ല പറയുന്നു. അതേപോലെ ഒരു അലക്കുകാരനെ കാണുമ്പോൾ നമുക്കൊരു ശകലം നല്ല, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നാലൊക്കെ ഒരു സയൻസ് ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ കാലത്തെ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കുന്നു മാത്രം. പക്ഷെ ഇതന്നെ ഇൻഡിക്കേഷൻ നമ്മുടെ പ്രകൃതിയിൽ കാണുന്നുണ്ട്. നല്ല കാർമേഘങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇൻഡിക്കേഷനാണ് എന്താണ് മഴ പെയ്യാൻ പോകുന്നത്. ചാതക് പക്ഷികളെ ആകാശത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അതായത് മഴ പെയ്യാൻ പോകുന്നു. സ്വാതി നക്ഷത്രത്തിന്റെ സാന്നിധ്യം മഴ പെയ്യാൻ. അങ്ങനെ പലതും പ്രകൃതിയെ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രീറ്റിൽ പോവാണ്, റോഡിൽ പോവാണ്, ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്, റെഡ് ആൻഡ് യെല്ലോ. അതൊരു ഇൻഡിക്കേഷനാണ്. എന്താണ്, റെഡ് വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, യെല്ലോ വന്നാൽ നമുക്ക് മൂവ് ചെയ്യാൻ തയ്യാറായിരിക്കണം, ഗ്രീൻ വന്നാൽ നമുക്ക് പോവാം. ഇതൊരു ഇൻഡിക്കേഷനാണ് അല്ലേ? റോഡ്സിലെ ബമ്പർ, അതായത് സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്. അതെന്തിനാണ്? അതായത് ചില ഏരിയയിലെ സ്പീഡ് ബ്രേക്കേഴ്സ് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷനാണ്. കാരണം അപകട മേഖലയാണ്, സ്കൂൾ ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും, അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ സ്പീഡ് കുറയ്ക്കണം, ഒരു ഇൻഡിക്കേഷൻ. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം ഇങ്ങനത്തെ ഓരോ ഇൻഡിക്കേഷൻസും ഇതെല്ലാം നമ്മളെ ഒരു ചെറിയ നോട്ടീസ് തരാണ്, സൂക്ഷിക്കണം. നല്ല മഴ വരാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് സൂക്ഷിക്കേണ്ടത്? കുട എടുത്തിട്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ യാത്ര അവോയ്ഡ് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു സയൻസ് ആണ്. ഈ സയൻസ് ഇന്ന് അത് ലുപ്തമായിരിക്കുന്നു. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നും ട്രാവലിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് എന്തെങ്കിലും വളരെ കാര്യത്തിന് മാത്രമേ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോവുള്ളൂ, ദൂരയാത്രയ്ക്ക് പോവുള്ളൂ. അപ്പൊ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ നല്ല സമയം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ശുഭമുഹൂർത്തമൊക്കെ നോക്കിയിട്ടൊക്കെ പോവുള്ളൂ. ഇന്ന് ഡെയിലി നമുക്ക് പോകണം, ഡെയിലി നമുക്ക് ഓഫീസിൽ പോകണം, ഒരു സ്ഥലത്ത് നിന്ന് ദൂര സ്ഥലത്തിലേക്ക് നമുക്ക് പോകണം. അപ്പൊ നമുക്ക് അങ്ങനെ രാഹുകാലം ഗുളികകാലം നോക്കിയിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടുന്നത് അടുത്ത 4 ദിവസം നല്ല മഴയായിരിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ. അതെന്താണ്? ഒരു ഇൻഡിക്കേഷനാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കും. ചിലപ്പം പോവാൻ, അതായത് അത്രയും അർജൻറ്റാണെങ്കിൽ നമ്മൾ യാത്ര നിർത്തിവെക്കും. കാരണം പ്രളയം വരും, നല്ല മഴ വരും, കാറ്റും കോളും ഒക്കെ ഉണ്ടായിരിക്കും, ഇല്ലേ? പക്ഷെ നേരെ നമ്മൾ ഓഫീസിൽ പറയണ, ഇവിടെ ഞാൻ പുറത്ത് പോയ സമയത്ത് നായ വരച്ചു, അല്ലെങ്കിൽ കൊടുക്കാൻ ഓളിയിട്ടു, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ വരില്ല എന്ന് പറയാൻ പറ്റുമോ? അതാരെങ്കിലും സമ്മതിക്കോ? എനിക്ക് ലീവ് വേണം. അപ്പൊ ഇതൊക്കെ ഡെയിലി നടക്കുന്നതാണ്. അന്നത്തെ മൃഗങ്ങൾ കൂടി കുറച്ച് കൾച്ചേർഡായിരുന്നു. ഇന്ന് മൃഗങ്ങൾ പോയിട്ട് മനുഷ്യരും കൂടിയും കൾച്ചേർഡല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നിരന്തരം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അതുകൊണ്ട് നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഭക്തന്മാർ കൂടുതലായിരുന്നു. കാലം സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിലായിരുന്നു. ഇത് എസ്പെഷ്യലി ദ്വാപരയുഗത്തിൻ്റെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ ഇന്നൊരു കോമൺ ആയിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വാസം കുറഞ്ഞു. അപ്പൊ എവിടെയൊക്കെ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഈവൻ ശ്രീല പ്രഭുപാദരും ഇതിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രഭുപാദർ നോക്കുമായിരുന്നു, അതായത് എസ്പെഷ്യലി നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഓസ്പീഷ്യസ് ടൈമും ഡേയും കാര്യങ്ങൾ നോക്കുന്നവരായിരുന്നു. നമ്മൾ നല്ലൊരു വെഞ്ചർ തുടങ്ങാൻ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലങ്ങളും സമയം ഇതൊക്കെ നോക്കിയിട്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യും. പക്ഷെ നിത്യേന ചെയ്യുന്ന നമ്മൾ നിത്യേന ട്രാവൽ ചെയ്യുന്നതാണ്. ആ നിത്യേന ട്രാവൽ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ സമയത്തിന് സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഫ്ലൈറ്റ് കിട്ടിയെന്ന് വരില്ല, ട്രെയിന് കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് എന്താണ്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ സമർപ്പണം ചെയ്യുക. ഇങ്ങനെ ഒരു സൂചന കിട്ടിയാൽ നമുക്ക് കൂടുതൽ അതിനൊരു അവസരം എന്താണ്, ഭഗവാന് കൂടുതൽ ശരണം പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കരുതി ഭഗവാനെ കൂടുതൽ സ്മരിക്കുക, ഭഗവാനെ കൂടുതൽ ശരണം പ്രാപിക്കാൻ, അതാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്, അതായത് കൃഷ്ണ കോൺഷ്യസ്,
ഹരിബോൾ കേൾക്കുന്നില്ലേ? കേൾക്കാം. കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരവസരം കൂടുതൽ ഭഗവാനെ സ്മരിക്കാനും ഭഗവാന് സമർപ്പണം ചെയ്യാനും ഭഗവാനെ ആശ്രയിക്കാനും ശ്രമിക്കണം. അതായത് അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണോ ആനുകൂല്യമായിട്ടുള്ളത് അതെല്ലാം നമ്മൾ സ്വീകരിക്കണം, പ്രതികൂലമായിട്ടുള്ളതെല്ലാം നമ്മൾ വർജിക്കണം. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അശുഭം അല്ലെങ്കിൽ ദുശകുനം, നല്ല ശകുനം എന്ന് പറഞ്ഞാൽ എന്താണോ കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിന്, കൃഷ്ണാവബോധത്തിൽ നമ്മൾ ചെയ്യാൻ അതിന് വിപരീതമായി നിൽക്കുന്നുള്ള എലിമെന്റ്സിനെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എന്താണോ ഫേവറബിൾ ആയിട്ടുള്ളത്, അതായത് അനുകൂലമായിട്ടുള്ള അതിനെ നമ്മൾ സ്വീകരിക്കണം, പ്രതികൂലമായിട്ടുള്ള നമ്മൾ വർജിക്കണം. അതാണ് ഒരു ഡിവോട്ടി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെയെല്ലാം പോസിബിൾ ആണ് അവിടെയെല്ലാം ചെയ്യാം. പക്ഷെ എല്ലാം നമുക്ക് ചെയ്യാം. കാരണം ഇന്നത്തെ കാലം കലികാലമാണ്. വീണ്ടും ആ കലികാലത്തിന്റെ, അതായത് എസ്പെഷ്യലി ഒരു യുഗത്തിൽ നിന്ന് വേറൊരു യുഗത്തിലേക്ക് പോകുമ്പോൾ ആ സന്ധ്യ, ആ ട്രാൻസിഷൻ സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. അപ്പോൾ കാലഭേദം അനുസരിച്ചിട്ട് ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം. നിത്യേന ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇതൊന്നും നോക്കി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അന്ന് യുധിഷ്ഠിര മഹാരാജാവിന് ഇതെല്ലാം വളരെ നന്നായിട്ട് കാണിച്ച സാധാരണ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ യുധിഷ്ഠിര രാജാവ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അസാധാരണമായിട്ടുള്ള ഈ ചലനങ്ങളും ഈ വ്യത്യാസങ്ങളും, പ്രകൃതിയിലെ വ്യത്യാസങ്ങളും, മനുഷ്യർക്ക് തോന്നുന്ന അവരുടെ ഇൻറ്റ്യൂഷൻസും ഇതിലെല്ലാം വ്യത്യാസം കണ്ടപ്പോൾ എന്തോ ദുരന്തം, അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഇത് 3 തരത്തിലാണ് നമ്മളെ ബാധിക്കുക. നമ്മളെ അത് മനസ്സിലാക്കി തരാം ഇൻഡിക്കേഷൻസ്. ഒന്ന് ഇൻഡിവിജ്വൽ ലെവലിൽ, അല്ലേ? നമുക്ക് ഒരു ചില പറഞ്ഞില്ലേ, ഇടത്ത് ഭാഗത്ത് കണ്ണ് തുടിക്കുന്നു, ഇടത്ത് കയ്യ് തുടിക്കുന്നു, അങ്ങനെയുള്ള ചില നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. എന്തോ നമുക്കൊരു ഇൻറ്റ്യൂഷൻ. ഈ ഇൻറ്റ്യൂഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് വരും. എന്തോ ഒരു നല്ല സമയമല്ല വരുന്നത്, എന്തോ ചീത്ത സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തോ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു, നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നും. ചില ഇൻഡിക്കേഷൻ നമ്മുടെ ശരീരത്തിൽ തോന്നും. എവിടെ നിന്നാണ് ഇത് വരുന്നത്? എവിടുന്നാണ് വരുന്നത് ഈ ഇൻറ്റ്യൂഷൻസ്? എവിടുന്നാണ് വരുന്നത്? പ്രകൃതിയിൽ നിന്നാണ് പ്രഭുജി. അല്ല, അത് ആര് ത്രൂ ആണ്? പ്രകൃതിയിൽ നിന്നൊക്കെ ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്. പക്ഷെ ഇത് ആര് മുഖേന നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ കിട്ടുന്നത്? പരമാത്മാവിൽ നിന്ന്, അല്ലെ? പരമാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഓരോ ഇൻഡിക്കേഷൻ തരുന്നത്. കണ്ടോ, എന്തോ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ ലെവലില് ഇത് നമുക്ക് തോന്നും. ഇപ്പോ യുധിഷ്ഠിര മഹാരാജാവിന് തോന്നുന്നത് അതൊരു ശുദ്ധഭക്തനായിട്ടുണ്ട്. അതേപോലെ മറ്റുള്ളവർക്കും അതാണ് ഭീമനോട് പറയുന്നത്. കണ്ടോ, കാണുന്നില്ല ഇതെല്ലാം എന്താണ്? എന്തോ വളരെ അടുത്ത് തന്നെ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അതിന്റെ ലക്ഷണങ്ങളാണ്, അതിന്റെ സിംറ്റംസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് തോന്നുമ്പോൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നിക്കൊള്ള നിർബന്ധമില്ല, നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് തോന്നിക്കൊണ്ടെന്ന് നിർബന്ധമില്ല. ആ ഇൻഡ്യൂഷൻ എന്താണ്? വ്യക്തിപരമാണ്, ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഇൻഡിക്കേഷൻ ഇൻഡിവിജ്വൽ ആയിട്ട് വരും. പിന്നെ മറ്റ് ജീവജാലങ്ങൾ മുഖേന വരും. ഇതാണ് ഇപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ജാക്കൽ, ഷീ ജാക്കൽ ക്രൈസ്, ഡോഗ് ബാഗ്സ്, ഇതൊക്കെ എന്താണ് മറ്റ് ജീവജാലങ്ങൾ ത്രൂ നമുക്ക് പറഞ്ഞത്. അതായത് ഇപ്പോ ഈ കുറുക്കൻ, ഓളിടുന്ന കുറുക്കൻ അല്ലെങ്കിൽ കുരയ്ക്കുന്ന നായ്ക്കൾ, അവർക്കറിയില്ലത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അവർക്ക് എന്തോ ഭീതി തോന്നുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ചില ഇൻഡിക്കേഷൻസ് തരാണ്. പിന്നെ പ്രകൃതിക്ഷോഭം. അപ്പൊ അങ്ങനെ 3 തലത്തിലാണ് നമുക്ക് ഈ ഇൻഡിക്കേഷൻസ് കിട്ടുക. ഒന്ന് സ്വന്തം വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ ഇൻറ്റ്യൂഷൻസ് കിട്ടും, ഓരോ അനുഭവങ്ങൾ കണ്ണു തുടിക്കുക പറഞ്ഞില്ലേ. പിന്നെ ശാസ്ത്രങ്ങൾ ചില പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം അതിൻ്റെ ആ സയൻസ്
അപശകുനങ്ങൾ എന്താണ്, നല്ല ശകുനങ്ങൾ എന്താണ്, ശാസ്ത്രങ്ങൾ നമ്മുടെ മഹാഭാരതം, രാമായണത്തിൽ. ഈവൻ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് കംസൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതായത് സ്വപ്നത്തിൽ കാണുമ്പോൾ തന്നെ തലയില്ലാണ്ട് കാണുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ കംസൻ എന്താ, എനിക്ക് തലയില്ല. അതായത് ഇൻഡിക്കേഷൻ, അതായത് തൻ്റെ അവസാനമായി അല്ലേ. ഒരുപാട് അതേപോലെ ഇൻഡിക്കേഷൻ രാമായണത്തിൽ രാവണനും തോന്നുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വിളക്ക് കത്തി ഒരു കാറ്റും ഒന്നുമില്ലാതെ വിളക്ക് കെട്ടുപോകുന്നു. അപ്പം എന്താ പറയുക, എന്തോ ഒരു അപശകുനം അല്ലേ. ഇങ്ങനെ ഇൻഡിക്കേഷൻ ഇൻഡിവിജ്വൽ ലെവലിലും പ്രകൃതി ലെവലിലും അതേപോലെ മറ്റ് ജീവജാലങ്ങളുടെ മുഖേന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സയൻസസ്. അപ്പോൾ ഇതിനെ നിമിത്ത ശാസ്ത്രം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്, ഒരു ബ്രാഞ്ചാണ്. അതായത് 64 കലകളാണ് ഭഗവാൻ കൃഷ്ണൻ പഠിച്ചത് 64 ദിവസം കൊണ്ട്. അതിലത്തെ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് മാറ്ററാണ് ഇത്. അപ്പം ഇത് ശരിയാണ്, ഇത് മനസ്സിലാക്കാൻ ഉള്ള കഴിവുള്ള ആൾക്കാർ വേണം. ഇതിനെ എല്ലാം എഴുതി തള്ളാൻ പറ്റില്ല. നമ്മുടെ ഈവൻ ആധുനിക കാലത്ത് നമ്മൾ ഈ പ്രഡിക്ഷൻസ് ഒക്കെ പറയാറുണ്ട്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നില്ലേ, അതും അതന്നെ, അതൊരു ശാസ്ത്രമാണ്. ഇറ്റ്സ് എ സയൻസ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മുടെ ശാസ്ത്രത്തിലും നമ്മുടെ മഹാജനങ്ങളൊക്കെ ഓരോ ഇങ്ങനത്തെ ഓരോ ലക്ഷണങ്ങൾ, സിംറ്റംസ്, ഓരോ ഇൻഡിക്കേഷൻസ് അവരുടെ ജീവിതത്തിലും ഉണ്ടായത് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. രാമായണത്തിൽ ഒരുപാട് അങ്ങനെ കാര്യങ്ങളുണ്ട്. രാവണന് തോന്നിയതും ശ്രീരാമന് തോന്നിയതും അല്ലേ. അങ്ങനെ ഓരോ സമയത്തും അയ്യോ ഇതൊരു അപശകുനമാണ്, ഇത് നല്ലൊരു സൈനല്ല, നല്ലൊരു ഇൻഡിക്കേഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. പ്രഭുപാദ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പ്രഭുപാദിയും അതേപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ഇവർ രണ്ടുപേരും തേഴ്സ്ഡേസിൽ ട്രാവൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യും. കാരണം വെച്ചാൽ ട്രാവലിങ്ങിന് നല്ലൊരു ദിവസമല്ല തേഴ്സ്ഡേ. അപ്പോൾ അതുകൊണ്ട് പോവാതിരിക്കില്ല, പോവാം. അങ്ങനെ ഒരു അത്യാവശ്യം പ്രീച്ചിങ്ങിനാണ്, അതായത് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിനാണെങ്കിൽ അവരൊന്നും നോക്കാറില്ല. അത് ഭഗവാൻ വിട്ടുകൊടുക്കും, ഭഗവാന്റെ കാര്യമാണ്. അപ്പോൾ ഭഗവാന്റെ കാര്യം ചെയ്യാൻ നമ്മൾ ഒരു മുഹൂർത്തം നോക്കണ്ട, അത് ഭഗവാൻ നോക്കിക്കോളും. അപ്പം പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നാണ് പ്രഭുപാദ. അപ്പം അതിന് ഓവർ ഇമ്പോർട്ടൻസ്, ഓവർ സ്ട്രെസ് കാണിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പർപ്പോട്ട് വളരെ ഒരു ലൈനിൽ മാത്രമേ ഉള്ളൂ. These are some bad omens indicating something undesirable in the near future. അതായത് ഇത് ഒരു ബാഡ് ഒമൻസ് പറഞ്ഞ അപശകുനങ്ങൾ, ദുശകുനങ്ങൾ ഒക്കെ എന്തോ ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ചില ഇൻഡിക്കേഷൻസ് മാത്രമാണ്. ഇനി ഈ 12 മുതൽക്ക് അടുത്ത കുറേ ശ്ലോകങ്ങളിൽ ഏകദേശം ഇതേപോലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനൊന്നും പ്രഭുപാദരെ കൂടുതൽ ഭാവാർത്ഥമില്ല. കാരണം ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ വായിച്ചു പോവാം. എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ഒമൻ, അപശകുനങ്ങൾ, ദുശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഈ അടുത്ത കുറേ ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാം. ടെക്സ്റ്റ് 13. ശസ്താ കുർവന്തി മാം സവ്യം ദക്ഷിണം പശവോപരേ വാഹാംശ പുരുഷവ്യാഘ്ര ലക്ഷയേരുദതോ മമ. ശാസ്താ കുർവന്തി മാം സവ്യം ദക്ഷിണം പശവോപരേ വാഹാംശ പുരുഷവ്യാഘ്ര ലക്ഷയേരുദതോ മമ. ഹരിബോൾ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശാസ്താ കുർവന്തി മാം സവ്യം ദക്ഷിണം പശവോ പരേ വാഹാംശ പുരുഷ വ്യാഘ്ര ലക്ഷയേരുദതോ മമ. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. നരന്മാരിൽ വ്യാഘ്രമായ അല്ലയോ ഭീമസേന, ഇപ്പോൾ ഗോക്കളെ പോലുള്ള ഉപയോഗ
പ്രദമായ ജന്തുക്കൾ എന്റെ ഇടതുവശത്തുകൂടി കടന്നു പോകുകയും കഴുതുകളെ പോലുള്ള നിമ്ന മൃഗങ്ങൾ എന്നെ പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നു. എന്റെ കുതിരകൾ എന്നെ കാണുമ്പോഴൊക്കെ കേഴുന്നതായും എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. Oh, Bhimasena, tiger amongst men. Now, useful animals like cows are passing me on my left side. അപ്പൊ എന്താണ് ഭീമസേനോട് പറയുന്നത്? ഭീമനോട് പറയുന്നത് യുധിഷ്ഠിരമഹാരാജ്, അതായത് നമ്മളുടെ ഡൊമസ്റ്റിക് അനിമൽസ്, യൂസ്ഫുൾ അനിമൽസ്, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ, അതിനെ എങ്ങനെ പശുക്കള് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നു. സാധാരണ അതൊരു ബാഡ് ഇൻഡിക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. സാധാരണ പോവാതെ ലെഫ്റ്റ് സൈഡിൽ കുഴപ്പമില്ല. ആൻഡ് ലോവർ അനിമൽസ് ലൈക്ക് ആസസ്, കഴുതകളെ അതായത് യുധിഷ്ഠിര മഹാരാജാവിനെ വലം വെക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു ബാഡ് ഓമനാണ്, ദുശകുനമാണ്. മൈ ഹോഴ്സസ് അപ്പിയർ ടു വീപ്പ് അപ്പോൺ സീയിങ് മീ. കുതിരകളെ യുധിഷ്ഠിര മഹാരാജാവിനെ കാണുമ്പോൾ എന്താണ് കരയുന്നു, വീപ്പിംഗ്, കരയുന്നു. ഓക്കെ, ഇതെല്ലാം എന്താണ് എസ്പെഷ്യലി ഇതിപ്പോ ഇന്ന് നമുക്ക് ഇതെന്താ എന്ത് സംഭവിച്ചാലും കാരണം ഇത് ഡെയിലി നമ്മൾ കാണുന്നതും കേൾക്കുന്നതാണ്. അപ്പൊ ഇതിനും നമ്മൾ കാര്യമായിട്ട് എടുക്കൂല. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ ഈവൻ മൃഗങ്ങൾ കൂടിയും കുറച്ച് കൾച്ചർ ഉണ്ടായിരുന്നു. അന്ന് സത്യയുഗത്തിലെ, ത്രേതായുഗത്തിലെ, ദ്വാപരയുഗത്തിലെ മൃഗങ്ങളാണ്. അവർക്കും കൂടിയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ല എന്ന് അറിയാം. അപ്പൊ ഇത് പ്രകൃതി കൊണ്ടിരുന്നാണ്, പ്രകൃതിയാണ് നമുക്കിതെല്ലാം കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോ യുധിഷ്ഠിര മഹാരാജാവിന് സംശയം കൂടുകയാണ്. കാരണം അർജുനൻ ഇതുവരെ വന്നിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത്രയും കാലം, സാധാരണ 2-3 മാസം കഴിഞ്ഞാൽ വരുന്ന സമയമായിരിക്കും. പക്ഷെ ഇവിടെ 7 മാസമായിട്ടും കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ആ ഒരു സംശയം തോന്നുന്നതാണ്. എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഇൻഡിക്കേഷൻസ് ആണോ എന്നൊരു സംശയം. മൃത്യുദൂതാ കപടോയം ഊഢൂകാകമ്പയന്മനാം പ്രത്യുലോകാശ്ച കൂവാനേർ വിശ്വം വൈ ശൂന്യമിച്ഛതാം. മൃത്യുദൂതാ കപടോയം ഉലൂകാകമ്പയന്മനാം പ്രത്യുകൂലശ്ച കുഹ്വാനേർ വിശ്വം വൈ ശൂന്യമിച്ഛതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃത്യുദൂത കപോതോയ മുലൂകകമ്പയന്മനഃ പ്രത്യുനൂകശ്ച കുഹ്യാനൈർവിശ്വം വൈശൂന്യമിച്ഛതഃ. വർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കണ്ടാലും ഈ മാടപ്രാവ് മരണദൂതനെ പോലെയാണ്. മൂങ്ങകളുടെയും അവരുടെ വൈരികളായ കാക്കകളുടെയും ആക്രന്ദനങ്ങൾ കാരണം എന്റെ ഹൃദയം നടുങ്ങുന്നു. സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ശൂന്യമാക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇത് തോന്നിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. Very bold. Just see, this pigeon is like a messenger of death. The shrieks of the owls and their rival crows make my heart tremble. It appears that they want to make a void of the whole universe. എന്താണ് പറയുന്നത്? പീജിയൻ, പ്രാവുകൾ അല്ലെ, അത് ഒരു മരണത്തിന്റെ സൂചന ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഓൾസ് ആൻഡ് ദെയർ റൈവൽ ക്രോസ്, അതായത് എന്താണ് ഓൾസ് പറഞ്ഞ കൂമൻ അല്ലെ, എന്താണ് പറയാ? മൂങ്ങ. ഓക്കെ ഓക്കെ, മൂങ്ങയും അതേപോലെ അവരുടെ എതിരാളി ആരാണ്? റൈവൽ കാക്കകൾ. അവരുടെ സാന്നിധ്യം എന്റെ ഹൃദയത്തിനെ വിറപ്പിക്കുന്നതാണ്. ട്രെമ്പിൾ, ഹാർട്ട് ട്രെമ്പിൾ. ഇറ്റ് അപ്പിയർസ് ദാറ്റ് they want to make a void of the whole universe. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ശൂന്യമാക്കാനുള്ള ഒരു തുടക്കമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം. ഇതെല്ലാം എവിടുന്നാണ് ഈ ലക്ഷണങ്ങള്? ഒന്ന് സ്വന്തമായിട്ട് തോന്നുന്നു, സ്വന്തം ശരീരത്തിലെ ലക്ഷണങ്ങളും, പിന്നെ മറ്റ് ജീവജാലങ്ങളുടെ അവരുടെ ചലനങ്ങളും അവരുടെ അസാധാരണമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ഇതെല്ലാം ഈ സംശയത്തിന് കാരണം. അതായത് പേടി, ഭയം, ഇതെല്ലാം ഒരു അപശകുനമായിട്ടാണ് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞത്. ഇത് ആരോടാ പറയുന്നത്? ഭീമനോട്, ഭീമസേനോട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ആൾസോ എ സയൻസ്. ഇത് വെറും ഒരു സൂപ്പർസ്റ്റിഷൻസ് അല്ല,
ഇതൊരു അന്ധവിശ്വാസമല്ല, ഇതിലും സയൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാണ്. അല്ലെങ്കിൽ ഇത്രയും ശുദ്ധഭക്തനായിട്ടുള്ള ഒരു യുധിഷ്ഠിര മഹാരാജ് ഈ കാര്യങ്ങളൊന്നും പറയില്ല. ഇങ്ങനത്തെ ഇൻഡിക്കേഷൻസ് ഒന്നും ഇവിടെ പ്രതിപാദിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. ടെക്സ്റ്റ് 15. ധൂമ്രദിശാ പരിധയാ കമ്പതേ ഭൂ സഹാദ്രിഭീം നിർഘാധശ്ച മഹാംസ്ഥാഥ ശാകം ച स्तनयित्नुभिः धूम्रादिशा परिधया कम्पते भू सहाद्रिभिः निर्घातश्च महांस्ताता शाकं च स्तनयित्नुभिः. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ധൂമ്രദിശാ പരിധയാ കമ്പതേ ഭൂ സഹാദ്രിഭിः നിർഘാത ച മഹാസ്താദ സാഗം ച സ്തനയത്നുഭിः. വിവർത്തനം ശ്രീലപ്രഭുപാദി ജയ്. എപ്രകാരമാണ് പുക ആകാശത്തെ ആലിംഗനം ചെയ്യുന്നതെന്ന് കണ്ടാലും അത് ഭൂമിയും പർവ്വതങ്ങളും കമ്പനം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നു. മേഘരഹിതമായ ഇടിമുഴക്കത്തെയും അഹിതമായ അപ്രതീക്ഷിത സംഭവങ്ങളെയും ശ്രദ്ധിച്ചാലും. ഹരേ കൃഷ്ണ പ്രഭുജി. Just see how the smoke encircles the sky. Okay. അതായത് പുക ആകാശത്തിനെ ആവരണം ചെയ്യുന്നു. encircles the sky. It appears that the earth and mountains are foaming. ഭൂമിയും അതേപോലെ പർവ്വതങ്ങളെല്ലാം കറിയാണ്, ഫ്രോബിങ്, ബിപി ആണ്, സങ്കടപ്പെടുകയാണ്. Just hear the cloudless thunder and see the bolts from the blue. Thunder, അതായത് ഇടിമുഴങ്ങല് ക്ലൗഡിനുള്ള വരിക സാധാരണ. അപ്പോൾ ഈ തണ്ടർ, അതായത് ഇടിമുഴങ്ങല് ക്ലൗഡ്ലെസ് ആണെന്ന് പറയുന്നത്. ഹിയർ ദ ക്ലൗഡ്ലെസ് തണ്ടർ ആൻഡ് സീ ദ ബോൾസ് ഫ്രം ദ ബ്ലൂ. ഈ തരത്തിലുള്ള ഒരുപാട് അപശകനങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽസ് അതായത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആരോടെ പറയാൻ പറ്റുക? ഓക്കെ, ആരോടെയും പറയണ്ടേ തൻ്റെ സങ്കടങ്ങള്, തൻ്റെ വ്യഥകള്? അത് ആരോടെ പറയാം? തൻ്റെ സ്വന്തം അനിയനായിട്ടുള്ള ഭീമസേനോടാണ് പറയുന്നത്. വായുർവാതീഖരസ്പർശോ രജസാ വിസൃജാംസ്തമാം അസൃഗ് വർഷന്തി ജലദാം ബേഭത്സം ഇവ സർവതാം. വായുർവാതീഖരാസ്പർശോ രജസാ വിസൃജാംസ്തമാം അസൃഗ് വർഷന്തി ജലദാം ബേഭത്സം ഇവ സർവതാ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വായുർവാതീഖര സ്പർശോ രജസാ വിസൃജം സമഃ അസൃഗ്വർഷന്തി ജലദാ ബീഭത്സമിവ സർവദഃ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കി ജയ്. കാറ്റ് ഉഗ്രമായി വീശിയടിച്ച് പൊടിപടലങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് അന്ധകാരം സൃഷ്ടിക്കുന്നു. ഘോരമായ ദുരന്തങ്ങളോടെ മേഘങ്ങൾ എല്ലായിടത്തും മഴ കോരിച്ചൊരിയുന്നു. ഹരേ കൃഷ്ണ. The wind blows violently, വളരെ ഘോരമായിട്ട്. ഓക്കെ, കാറ്റ് അടിക്കുന്നു, കാറ്റ് വീശുന്നു. ബ്ലാസ്റ്റിംഗ് ഡസ്റ്റ് എവറിവെയർ ആൻഡ് ക്രിയേറ്റിംഗ് ഡാർക്ക്നെസ്. അപ്പോൾ കൊടുങ്കാറ്റങ്ങളൊക്കെ വരുമ്പോൾ പൊടിപടലങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വരും. അപ്പൊ നമുക്ക് ഇരുട്ട് വ്യാപിക്കുന്നതായിട്ട് തോന്നും അല്ലേ? രാത്രി ആവുന്ന പോലെ. ക്ലൗഡ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് സൂര്യരശ്മി കിട്ടില്ല. അതേപോലെ തന്നെ പൊടിപടലങ്ങൾ കാണുമ്പോൾ ഈവൻ സൂര്യരശ്മി അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. അപ്പൊ എന്താണ്? അന്ധകാരം പരകുന്ന പോലെ തോന്നും. ക്ലൗഡ്സ് ആർ റെയിനിങ് എവറിവെയർ വിത്ത് ബ്ലഡി ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ, അതായത് ആ പെരുമഴ, അതിൻ്റെ വളരെ ദുരന്തം സംഭവിക്കാൻ പോകുന്ന ഒരു ലക്ഷണമായിട്ടാണ് ഇവിടെ പറയുന്നത്. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ദം മിഥോ ദിവി ശശാങ്കുലേർഭൂതഗണൈർ ജ്വലിതേ ഇവ രോദസി. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ദം മിഥോ ദിവി ശശാങ്കുലേർഭൂതഗണൈർ ജ്വലിതേ ഇവ രോദസി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ.
സൂര്യം ഹതപ്രഭം പശ്യാഗ്രഹമർദ്ദം മിഥോ ദിവേ സസംകുലർഭൂതഗണർജ്വലിതേ ഇവ രോദസി. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. സൂര്യരശ്മികൾക്ക് തീവ്രത കുറയുന്നു. മാത്രവുമല്ല നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നതായും തോന്നിപ്പിക്കുന്നു. സംഭ്രാന്തരായ ജീവജാലങ്ങൾ വിതുമ്പുന്നവരായും എരിപിരി കൊള്ളുന്ന മനസ്സുള്ളവരായും കാണപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. Very bold. The rays of the sun are declining and the stars appear to be fighting amongst themselves. Confused living entities appear to be ablaze and weeping. വേറെ വീണ്ടും ഇൻഡിക്കേഷൻസ് പറയാണ്. സൂര്യരശ്മിയുടെ ഇത് ഇന്റൻസിറ്റി അത് കുറയാണ്. അതിന്റെ വെളിച്ചം, അതിന്റെ ഹീറ്റ്, ഇതെല്ലാം കുറയാണ്. ഇതെല്ലാം പ്രകൃതിക്ഷോഭം വരുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നതാണ് അല്ലേ? കൊടുങ്കാറ്റുകളോ അല്ലെങ്കിൽ പ്രളയം വരുമ്പോഴോ സുനാമി വരുമ്പോഴോ എർത്ത് ക്വേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് അനുഭവം ഉണ്ടാവുന്നതാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനത്തെ ഒരു പല കാര്യങ്ങളും നമുക്ക് വീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ സൂര്യരശ്മി അതിന്റെ വെളിച്ചവും താപവും എല്ലാം കുറഞ്ഞു വരുന്നു. ആൻഡ് ദ സ്റ്റാർസ് അപ്പിയർ ടു ബി ഫൈറ്റിംഗ് അമംഗ് ദംസെൽസ്. ഇതെല്ലാം യുധിഷ്ഠിര മഹാരാജ് തോന്നുന്നതാണ്. അതായത് നക്ഷത്രങ്ങൾ അന്യനും പരസ്പരം ഫൈറ്റ് ചെയ്യാണ്, കലഹിക്കുകയാണ്. കൺഫ്യൂസ് ലിവിങ് എൻറ്റിറ്റീസ്, അതായത് ജീവജാലങ്ങള് കൺഫ്യൂഷൻ, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ അവരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വ്യസനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്താണ് സംഭവിക്കുന്നത്. ഇതെല്ലാം യുധിഷ്ഠിര മഹാരാജാവിന് തോന്നുന്നതാണ്. പ്രകൃതി ആകെ ക്ഷോഭിച്ചിരിക്കുന്നു. പ്രകൃതിയിൽ കാണുന്ന ലക്ഷണങ്ങളൊന്നും വളരെ ഫേവറബിൾ ആയിട്ടല്ല, എന്തോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഈ ഇൻഡിക്കേഷൻസ് കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് മനസ്സിലാക്കണം. ഇത് ഭീമസേനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടെക്സ്റ്റ് 18. നദ്യോ നദശ്ച ക്ഷുഭിതാ ചാരാംസി ച മനാംസി ച ന ജ്വലതി അഗ്നിരാജ്യേന കാലോയം കിം വിദാസ്യതി. നദശ്ച ക്ഷുഭിതഃ ചാരാംസി ച മനാംസി ച ന ജ്വലതി അഗ്നിരാജ്യേന കാലോയം കിം വിധാസ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. നദ്യോ നദാശ്ച ക്ഷുഭിതാ സരാംസി ച മനാംസി ച ന ജ്വലത്യഗ്നിരാജ്യേന കാലോയം കിം വിധാസ്യതി. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കി ജയ്. നദികളും പോഷക നദികളും കുളങ്ങളും ജലസംഭരണികളും മനസ്സും എല്ലാം ക്ഷുഭിതമായിരിക്കുന്നു. നെയ്യ് അഗ്നിയെ മുമ്പത്തെ പോലെ ജ്വലിപ്പിക്കുന്നില്ല. എന്താണ് ഈ അസാധാരണമായ കാലം? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹരേ കൃഷ്ണ. Very good. Rivers, tributaries, ponds, reservoirs, and the mind are all perturbed. Butter no longer ignites fire. What is this extraordinary time? What is going to happen? ഒരു ഒന്നോ രണ്ടോ ലക്ഷണങ്ങളല്ല, ഇൻഡിക്കേഷൻ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ വീണ്ടും പറയാണ്, റിവേഴ്സ്, നദികള്, അതിന്റെ ഉപശാഖകള്, അതേപോലെ കുളങ്ങള്, ജലാശയങ്ങള്, മനസ്സ്, ഇതെല്ലാം എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, ഇതെല്ലാം പെർട്ടർബ്ഡ് ആണ്, വ്യാകുലത അനുഭവിക്കുന്നു. ബട്ടർ നോ ലോങ്ങർ ഇഗ്നൈറ്റ്സ് ഫയർ. ബട്ടറൊക്കെ, നെയ്യും എണ്ണയൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കും, അത് കത്തുന്നില്ല. അതാണ് പറയുന്നത് അല്ലെ? ഒരു ശരിക്കുള്ള നെയ്യൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കില്ലേ, അത് കത്തുന്നില്ല. നമ്മളിപ്പോ പഴയകാലത്ത് ചിലപ്പോൾ തീപ്പെട്ടിയൊക്കെ എത്ര വെച്ചാലും കത്തില്ല. അതേപോലെ ബട്ടർ കത്തണ്ടാണ്, അത് ഓയിലാണ്, അത് കത്തുന്നില്ല. വാട്ട് ഈസ് ദ എക്സ്ട്രാ ഓർഡിനറി ടൈം? എന്താണ് ഇങ്ങനത്തെ ഒരു അസാധാരണമായിട്ടുള്ള സമയം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യാതൊരു ഐഡിയയും എനിക്കില്ല എന്നാണ് പറയുന്നത്. ന പിബന്തി സ്തനം വത്സാ ന ദുഹ്യന്തി ച മാതരാ രുഡന്തി അശ്രുമുഖാ ഗാവോ ന ഹൃഷ്യന്തി ഋഷഭാവ്രജേ. ന പിബന്തി സ്തനം വത്സാ ന ദുഹ്യന്തി ച മാതരാ രുഡന്തി അശ്രുമുഖാ ഗാവോ ന ഹൃഷ്യന്തി ഋഷഭാവ്രജേ. ഹരേ കൃഷ്ണ.
ഓ നമോ ഭഗവതേ വാസുദേവായ. ന പിബന്തി സ്തനം വത്സാ ന ദുഹ്യന്തി ച മാതരഃ രുദന്തി അശ്രുമുഖാ ഗാവോ ന ഹൃഷ്യന്തു ഋഷഭാവ്രജേ. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജെ. കന്നുകുട്ടികൾ പശുക്കളുടെ മുലക്കണ്ണുകൾ ഈമ്പി കുടിക്കുകയോ ഗോക്കൾ പാൽ ചുരത്തുകയോ ചെയ്യാതെ നിന്ന നിൽപ്പിൽ കണ്ണുനീർ വാർത്ത് കരയുകയും കാളകൾ മേച്ചിൽ സ്ഥലങ്ങളിൽ യാതൊരു സന്തോഷവും കണ്ടെത്താനാകാതെ വിഷമിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. വീണ്ടും കൂടുതൽ കാര്യങ്ങൾ പറയാണ്. cows do not suck the teats of the cows. അതായത് പശുക്കുട്ടികള് തൻ്റെ അമ്മമാരുടെ പാല് കുടിക്കുന്നില്ല. നോ ഡു ദ കൗസ് ഗിവ് മിൽക്ക്. പശുക്കള് പാലും കൊടുക്കുന്നില്ല. ഇതൊക്കെ അസാധാരണമായിട്ടുള്ളതാണ് അല്ലേ? ദേ ആർ സ്റ്റാൻഡിങ് ക്രൈങ് ടീയേഴ്സ് ഇൻ ദ ഐസ്. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ദ ബുൾസ് ടേക്ക് നോ പ്ലഷർ ഇൻ പാസ്ചറിങ് ഗ്രൗണ്ട്സ്. അതായത് കാളകൾക്ക് അവർക്ക് എന്താണ് പാസ്ചറിങ് ഗ്രൗണ്ടിൽ ഗ്രേസിങ്, അതായത് പുല്ലൊന്നും കൊടുത്താലും അവർക്ക് യാതൊരു ഒരു ഇഷ്ടം വരുന്നില്ല അത് കഴിക്കാൻ. സാധാരണ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ പുല്ലും ഇതൊക്കെ കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷം. അപ്പൊ ആ സന്തോഷം കാണുന്നില്ല എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 20. ദൈവതാനീരുടന്തീവ സ്വിദ്യന്തി ഹി ഉച്ചലന്തി ച ഇമേ ജനപദാ ഗ്രാമ പുരോദ്യാനാക രാശ്രമൈ ഭ്രഷ്ടാശ്രിയോ നിരാനന്ദ കിമാഘം ദർശയന്തി ന. ദൈവതാനീരുടന്തീവ സ്വിദ്യന്തി ഹി ഉച്ചലന്തി ച ഇമേ ജനപദാ ഗ്രാമ പുരോദ്യാനാക രാശ്രമ ഭ്രഷ്ടാശ്രിയോ നിരാനന്ദ കിം ആഘം ദർശയന്തി ന. ഹരേ കൃഷ്ണ പ്രഭു. ദൈവതാനി ദുരന്തീവ സ്തുദ്യന്തി ഹ്യുജ്ജലന്തി ച ഇമേ ജനപദാ ഗ്രാമ പുരോദ്യാനാകരാശ്രമാഃ ഭ്രഷ്ടസ്ത്രിയോ നിരാനന്ദ കിമഘം ദർശയന്തി നഃ. വിവർത്തനം ബൈ സ്റ്റീവൻ ഗ്രീസ് സഭേ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് ജെ. ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ കരയുന്നതായും വിലപിക്കുന്നതായും വിയർക്കുന്നതായും അവിടം ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങുന്നത് പോലെയും കാണപ്പെടുന്നു. സമസ്ത നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും ഖനികളുടെയും പർണശാലകളുടെയുമെല്ലാം മനോഹാരിത നഷ്ടപ്പെടുകയും ആനന്ദം അപഹരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതൊക്കെ വിധത്തിലുള്ള അത്യാപത്തുകളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹരേ കൃഷ്ണ. The deities seem to be crying in the temple. Okay? അർച്ചവിഗ്രഹങ്ങള്, ഭഗവാന്റെ മൂർത്തികള് കരയാൻ തോന്നുന്നു. ഓക്കെ, ക്ഷേത്രങ്ങളിലെ അർച്ചവിഗ്രഹങ്ങള് കരയുന്ന പോലെ തോന്നുന്നതാണ്. ഈവൻ പ്രഭുപാദ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല സമയത്തും. പ്രഭുപാദ തന്നെ പല സെന്ററുകളിലും ഇസ്കോൺ ടെമ്പിളിലും പോകുന്ന സമയത്ത് പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട് ഡിവോട്ടീസിനെ, എന്താണ് രാധാ കൃഷ്ണ അല്ലെങ്കിൽ രാധാ ഗോവിന്ദ, രാധാ മദൻ മോഹൻ എന്താണ് അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? മുഖം പ്രസന്നമല്ലല്ലോ, കരയുന്ന പോലെ തോന്നുന്നുണ്ട്, വളരെ ടയർഡായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് എൻ്റെ കാരണം? എന്തുകൊണ്ടാണ് പ്രഭുപാദയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം? അവിടെ ഭഗവത് സേവനം ശരിക്കും നടക്കുന്നില്ല, അതിൻ്റെ ലക്ഷണമാണ്. അപ്പൊ ഭഗവതിക്ക് ഡേറ്റിയെ കണ്ടാൽ തന്നെ, ഒരു ശുദ്ധഭക്തന് ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ പറയും, യെസ് ശരിയാണ്, കാരണം അവര് മറ്റ് സേവനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഇവർക്ക് ഡേറ്റി സർവീസസ് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡേറ്റീസിന് എന്താണ് സന്തോഷമില്ല. അപ്പൊ അവിടെ ആ അർച്ചവിഗ്രഹത്തിലെ ഡേറ്റീസ് എങ്ങനെ നിൽക്കും? ഉണ്ടാവില്ല അവിടെ. രാജാപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മായാപ്പൂരിൽ. രാജാപൂർ ജഗന്നാഥ് വളരെ ഫേമസാ. ഒരുപാട് ലീലകള് ആ ജഗന്നാഥ് ബൽദേവ് സുന്ദരമായി ഇവിടെ കാണിക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മായാപ്പൂർ നമ്മുടെ ചന്ദ്രോദയ മന്ദിറിന്ന് 4-5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ രാജാപൂർ ജഗന്നാഥ് മന്ദിർ. ഇതിന്റെ ഓണർഷിപ്പ് വേറെ ആരോ ആൾക്കാർക്കായിരുന്നു. അത് പിന്നീട് അവർക്ക് നടത്താൻ പറ്റാത്തത് കൊണ്ട് ആര് കൊടുത്തു? ഇസ്കോൺ കൊടുത്തു. അപ്പൊ ഇസ്കോണാണ് കുറെ കാലമായിട്ട് അത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇസ്കോണിന്റെ കീഴിലാണ്. അപ്പോൾ ഒരുപാട്
പ്രോഗ്രസ് അവിടെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പോകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇത് ഇസ്കോൺ ഏറ്റെടുത്ത ശേഷം അവിടെ പൂജാമുറകളൊന്നും ശരിക്കും തുടങ്ങിയിട്ടില്ല. അപ്പോൾ മായാപൂരിൽ എപ്പോഴും ഓരോ സമയത്തും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ചപ്പൻ ഭോഗം, വിവിധ തരത്തിലുള്ള ഭോഗം ഓഫർ ചെയ്യും. അവർക്ക് രാധാ മദൻ മോഹൻ, രാധാ മാധവനും പഞ്ചതത്വയ്ക്കും നരസിംഹദേവ് ഭഗവാനും ഒക്കെ. അപ്പൊ അവിടെ ഒരുപാട് നല്ല നല്ല വ്യഞ്ജനങ്ങൾ കിട്ടും. ഇവിടെ രാജാപൂരിൽ ശരിക്കും ഒന്നും കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും പൂജാരിക്ക് ഫ്രീ ആണെങ്കിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം പൂജാരിയുടെ ആ മെമ്മറീസിൽ പറയുമ്പോൾ പൂജാരിയുടെ അനുഭവകഥ പറയാണ്. അവിടുത്തെ പൂജാരി ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ഡെയ്റ്റീസ് ഇല്ല, അവിടെ ജഗന്നാഥ് ഇല്ല. അവര് പിന്നെ ബാക്ക് യാർഡ് കൂടെ ഓടുകയാണ്. അപ്പോൾ പൂജാരി ചെന്നപ്പോ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ മായാപൂരിലെ ഇസ്കോൺ ടെമ്പിളിൽ പോകണം. അവിടെ എപ്പോഴും നല്ല നല്ല വിഭവങ്ങൾ കിട്ടും, ഇവിടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ആക്കിയിട്ടില്ല, ഞങ്ങൾ അവിടെ പോവാണ്. അങ്ങനെ മായാപൂരിലേക്ക് ഓടുന്നു. അവര് സ്വപ്നത്തിൽ കാണുകയാണ് പൂജാരി. അതായത് ബാക്കാട് കൂടെ ബലരാമനും ജഗന്നാഥും സുഭദ്രമയി എല്ലാം ഓടുകയാണ്. ഇതെല്ലാം ജഗന്നാഥ് ലീലകളുടെ ആ ചെറിയ ബുക്ക് ഭക്തിവൃക്ഷ സ്വാമി മഹാരാജ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ലീലകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വരുമ്പോഴാണ് പിന്നെയാണ് ഈ പൂജാരി ഈ സോളിനെ ജപതാക സ്വാമി മഹാരാജും മറ്റുള്ള മഹാരാജന്മാരോട് സംസാരിച്ചിട്ട് അന്ന് മുതൽക്കാണ് പൂജാവിധികളും ശരിക്കും തുടങ്ങിയത്. അതിനുശേഷം 3 നേരം വ്യത്യസ്തമായിട്ടുള്ള ഡിഷസ് എല്ലാം ഭോഗം ഓഫ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഇല്ല. അപ്പൊ ആദ്യം അത് പൂജാരിക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അവര് സംതൃപ്തരല്ല, അവിടെ ഇൻഡിക്കേഷൻസ് ആണ്. അപ്പൊ ഇവിടെ ഡെയ്റ്റീസ് സീം ടു ബി ക്രൈങ് ഇൻ ദ ടെമ്പിൾ. കാരണം അവിടെ ഭഗവത് സേവനം ശരിക്കും നടക്കുന്നില്ല എന്നാണ് അർത്ഥം നമ്മുടെ ഇതിൽ. ഇപ്പൊ ഈ സമയത്തും അതാണ്, അവിടെ എന്തോ ഇൻഡിക്കേഷൻസ്, കാരണം എന്തോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്തോ ഇൻഡിക്കേഷൻസ് ആണ്. ലാമെന്റിങ് ആൻഡ് പെർസ്പയറിങ്, അത് അവര് സങ്കടപ്പെടുന്നുണ്ട്, അവര് പെർസ്പയറിങ് വേർക്കുന്നുണ്ട്. ദേ സീം അബൌട്ട് ടു ലീവ്, ഒരു പോവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഇത്. ഓൾ ദ സിറ്റീസ്, വില്ലേജസ്, ടൗൺ, ഗാർഡൻസ്, മൈൻസ്, hermitages are now devoid of beauty and bereft of order. അപ്പൊ ഇതെല്ലാം ഗ്രാമങ്ങളും പട്ടണങ്ങളും പൂന്തോട്ടങ്ങളും അതേപോലെ ഖനികളും ബാക്കി എന്താ പറയുക ഹെർമിറ്റേജസ്, ഋഷിവര്യന്മാരുടെ കുടികൾ, ഇതെല്ലാം എന്താണ് അതിൻ്റെതായിട്ടുള്ള ആ ഭംഗി, അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സന്തോഷമില്ല അവിടെ ആർക്കും. I do not know what sort of calamities are now awaiting us. എനിക്കറിയുന്നില്ല ഏത് തരത്തിലുള്ള ദുരന്തങ്ങളാണ്, ഇവിടെ ആപത്തുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് യുധിഷ്ഠിര മഹാരാജ പറയുന്നു. മന്യ ഏതൈർമഹോത്പാതൈർ ന്യൂനം ഭാഗവതസ്പദൈ അനന്യാ പുരുഷാ സ്ത്രീഭിർ ഹീനാഭൂർഹത സൗഭഗാ. മന്യ ഏതൈർമഹോത്പാതൈർ ന്യൂനം ഭഗവതപദൈ അനന്യാ പുരുഷ ശ്രീഭിർ ഹീനഭൂർഹത സൗഭഗാ. ഹരിബോൾ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. മന്യ ഏതൈർമഹോത്പാതൈർന്യൂനം ഭഗവതാ പദേ അനന്യ പുരുഷ ശ്രീഭിർഹീനാഭൂർഹത സൗഭഗാം. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. ഭൂമിയിൽ പ്രകടമായ ഈ എല്ലാവിധ കുഴപ്പങ്ങളും സൗഭാഗ്യപൂർണമായ ലോകത്തിന് വന്നു ഭവിക്കാൻ പോകുന്ന ചില മഹാനഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ പാദാംബുജ മുദ്രകളാൽ അലങ്കൃതമാകത്തക്ക വിധം സൗഭാഗ്യവതിയായിരുന്നു ഈ ലോകം. എന്നാൽ ഇപ്പോൾ പ്രകടമായ ഈ ദുസ്സൂചനകളൊക്കെ ഇനിമേൽ അപ്രകാരം നന്മ നിറഞ്ഞതായിരിക്കില്ല ലോകമെന്ന് വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. I think that all these earthly disturbances indicate some greater loss to the good fortune of the world. The world was fortunate to have been marked with the footprints of the lotus feet of the Lord. These signs indicate that this will no longer be. ഇപ്പൊ എന്താണ് അഭിപ്രായം യുധിഷ്ഠിര മഹാരാജന്റെ? ഇതെല്ലാം ഓരോ ഇൻഡിക്കേഷൻസ് ആണ്. അതായത് എന്തോ വലിയ ആപത്തുകൾ സംഭവിക്കാൻ പോകുന്നു, എന്തോ അതായത് ദുർഭാഗ്യം തന്നെ പറയും അല്ലേ.
അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ വന്നു. ബാഡ് ലക്ക്, മിസ്ഫോർച്യൂൺ സംഭവിക്കാൻ വന്നു, ഗ്രേറ്റർ ലോസ്. അപ്പൊ എവിടെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടോ അവിടെ ഇതൊന്നും നടക്കില്ല. അപ്പൊ ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഭഗവാൻ തിരോഭാവം സംഭവിച്ചിരിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ ബാഡ് ഒമൻസ്, ദുശകനങ്ങളെല്ലാം കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ശാന്തിയും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്. ഓക്കെ, ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോവാതെ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ അർച്ചവിഗ്രഹങ്ങൾ കരയുന്നു? എന്തുകൊണ്ടാണ് അർച്ചവിഗ്രഹങ്ങൾ കരയുന്നത്? അതൊന്ന് ഓടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം അവിടെ സേവനം ശരിക്കും നടക്കുന്നില്ല. അതേപോലെ നമ്മളുടെ ഹൃദയത്തിലുള്ള ഭഗവാനെ നമ്മൾ ശരിക്ക് സേവിക്കുന്നില്ല. നമ്മൾ ആ ഭഗവാനെ സേവിക്കുന്ന പകരം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. അപ്പോൾ എപ്പോഴും ഭഗവാനെ, അതായത് നിശ്ചലമായിട്ട് ഡോർമെന്റ് പൊസിഷനിലാക്കാൻ പാടില്ല. ഭഗവാൻ നമുക്ക് ഇൻസ്പയർ ചെയ്യണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളെ ഗൈഡ് ചെയ്യണം, ഇൻസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഭഗവാനെ എപ്പോഴും നമ്മൾ സ്മരിക്കണം. ഭഗവാന്റെ പ്രസൻസ് നമുക്ക് തോന്നണമെങ്കിൽ ഭഗവാനെ സേവിക്കണം. അപ്പോൾ ഭഗവാനെ സേവിക്കാനുള്ള പല വിധങ്ങളും ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് മാത്രം പോരാ, അത് ആ ഭഗവാൻ ആക്റ്റീവായിരിക്കണം. ആക്റ്റീവായാൽ മാത്രമേ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ ആക്റ്റീവ് ആവുക? നമ്മളൊരു ബാങ്കിലെ അക്കൗണ്ട് ഉണ്ട്, കുറെ കാലമായിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ഡോർമെന്റ് ആക്കും, അത് ഇനാക്റ്റീവ് ആണ്. അതേപോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഭഗവാനെ നമ്മൾ സ്മരിച്ചില്ലെങ്കിൽ, ഭഗവാനെ സേവിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ എന്തായി? ഭഗവാൻ ഇല്ല എന്നുള്ള ഇത്. അപ്പൊ ഭഗവാനെ എപ്പോഴും ആക്റ്റീവ് സ്റ്റേജിൽ ആക്കണമെങ്കിൽ ഭഗവാനെ സേവിക്കണം. അപ്പൊ ഇവിടെ ഭഗവാൻ ഭൗതിക ലോകം വിട്ട് പോയി അല്ലേ? അതേപോലെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ പോകാൻ പാടില്ല. അപ്പൊ ഭഗവാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞ പോലെ നവവിധ ഭക്തിയിലെ ഏതെങ്കിലും ഒരു അംഗം, ഒരു ലിംബ് ഓഫ് ഡിവോഷൻ സർവീസ് നമ്മുടെ പ്രാക്ടീസ് എല്ലാം ചെയ്യുമെങ്കിൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നിരന്തരമായിട്ട് ചെയ്തിരിക്കണം. എന്താണത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അല്ലേ? അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു അംഗം, ഒരു ലിംബ് നമ്മൾ അത് വളരെ ഇന്റൻസിറ്റിയോടുകൂടി, സിൻസിയറിറ്റിയോടുകൂടി നമ്മൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ശ്രവണം. ഓക്കെ, ആ ശ്രവണം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ 3 ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇത് 3 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് തനിയെ നടന്നുകൊള്ളും. അപ്പൊ ആദ്യത്തെ 3 കാര്യത്തിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. പിന്നെ അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഇതെല്ലാം താനെ പിന്നാലെ വന്നോളും. അപ്പൊ ഇമ്പോർട്ടൻസ് ഇത് ആദ്യത്തെ കാര്യങ്ങൾ ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിലുള്ള ആ ഭഗവാനെ ഡോർമെന്റ് ആക്കാതെ എപ്പോഴും ഭഗവാനെ സേവിച്ചിരിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന ബുദ്ധി തരും, നമ്മളെ ശരിക്കും പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും, നമ്മളെ ഇൻസ്പയർ ചെയ്യും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ എപ്പോഴും 24 മണിക്കൂറും സദാസമയവും ഭഗവാന്റെ ആ സ്മരണത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഭഗവാനെ സേവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടുള്ളൂ. അല്ലേ? അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശുദ്ധീകരണം അവിടെ തുടങ്ങിയെന്നർത്ഥം. പ്യൂരിഫിക്കേഷൻ ഓഫ് എ ഹാർട്ട്, ക്ലെൻസിങ് അവർ ഹാർട്ട്. എന്താണ് ക്ലെൻസിങ് ചെയ്യേണ്ടത്? കാമ, ക്രോധ, ലോഭ, മോഹ, മതമാശ്ചര്യങ്ങൾ ഇതെല്ലാം ഇല്ലാതെയാക്കണം. അപ്പൊ അത് നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നടക്കില്ല. സ്വന്തം പ്രയത്നം വേണം, അതേപോലെ ഭഗവാന്റെ കൃപാകടാക്ഷം കൂടി വേണം. ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് അത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഈവൻ ദാമോദര ലീല നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആ 2 ഫിംഗർ ഷോട്ട്. എന്താണ്? ഒന്ന് യശോദമ്മയുടെ ആ പ്രയത്നം, ഭഗവാനെ കിട്ടാനുള്ള പ്രയത്നം, ഭഗവാനെ പിടിക്കാനുള്ള പ്രയത്നം. അതുപോലെ നമുക്കും ഭഗവാനെ പിടിക്കാനുള്ള പ്രയത്നം വേണം. രണ്ടാമത്തെ ഫിംഗർ ഭഗവാന്റെ മേഴ്സി. നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം പോരാ, ഭഗവാന്റെ ആ കൃപാകടാക്ഷം കൂടിയും കിട്ടുമ്പോഴേ
ആ കാര്യം സാധിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ സൈഡിൽ നിന്ന് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും. എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് 9 സ്റ്റെപ്പ് എടുക്കും എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു എൻഡെവർ, ആ ഒരു പ്രയത്നം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക. ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോവാതെ ശ്രമിക്കുക. എപ്പോഴും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ എപ്പോഴും അത് മുഴുകിയിരിക്കുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഏതൊരു ആപത്തിലും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ നമുക്കതൊന്നും അത് വെട്ട് തള്ളായി മാറും. അല്ലെങ്കിൽ അത് നമ്മളെ ഒരു കാരണവശാലും നമ്മളൊക്കെ പ്രശ്നമായിട്ട് തീരില്ല, അല്ലേ? So the world was fortunate to have been marked with the footprints of the lotus feet of the Lord. കാണിച്ച ഭഗവാൻ ദ്വാപരയുഗത്തിൽ വന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ദ്വാരക, മധുര, വൃന്ദാവനം, ഇവിടെ എല്ലാം അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളുടെ ചിഹ്നങ്ങൾ പതിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ധാമം എന്ന് പറയുന്നത്. ഭഗവാന്റെ ലീലകൾ എവിടെ നടന്നുവോ അതിനെല്ലാം ധാമം എന്ന് പറയുന്നു. അപ്പൊ ധാമത്തിൽ പോയിട്ട് ആ ഭഗവാന്റെ ആ രജം, അതായത് വ്രജരജ, ഇതെല്ലാം കിട്ടാൻ, അതൊക്കെ സ്പർശിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ നടന്നിട്ടുള്ള ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിച്വൽ ക്രെഡിറ്റ്സ് ഇത് ലിമിറ്റ്ലെസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ധാമയാത്രയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ വ്രജരജം, അവിടുത്തെ തീർത്ഥങ്ങളെല്ലാം കൊടുക്കുന്നത്, നമ്മൾ അതിനെ ഓണർ ചെയ്യുന്നത് നമ്മൾ ഭഗവാന്റെ കൃപാകടാക്ഷം, ആചാര്യന്മാരുടെ കൃപാകടാക്ഷം, സാധുജനങ്ങളുടെ കൃപാകടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെല്ലാം ആ എന്താ പറയുക, ചിഹ്നങ്ങളെല്ലാം അവിടെ പതിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. ദീസ് സൈൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് വിൽ നോ ലോങ്ങർ ബി. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 22 അടുത്ത ക്ലാസ്. ഓക്കെ. മഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि बोल, हरे कृष्णा।